ഞാനൊരു ഒ പിയിൽ നിൽക്കുകയാണ്, ഞാനൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് ഒ പിയിൽ നിൽക്കുകയാണ്. ഒ പിയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സാറുണ്ട്. സാറ് അത്യാവശ്യം RMO ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സാറിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു, ഒരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻ്റ് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് പനിയുണ്ട്, 5 ദിവസമായിട്ട് എനിക്ക് ചുമയുണ്ട്, ഞാൻ സ്പ്യൂട്ടം പോസിറ്റീവാണ്, ലൈക്ക് എല്ലാം മെഡിക്കൽ ലാംഗ്വേജിലാണ് പറയുന്നത്. അപ്പം സാർ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ന്യൂമോണിയ ഉണ്ടോ എന്നാണ്. അപ്പം ന്യൂമോണിയ ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എക്സ്റേ എടുക്കണോ സാർ, ഇതായിട്ടാണ് മുന്നോട്ട് വരുന്നത്. അപ്പം സാർ എന്ത് ചെയ്തു എന്നറിയോ, സാർ റൈറ്റിംഗ് പാഡും പെന്നും പേഷ്യന്റിന്റെ അടുത്ത് കൊടുത്തു. മരുന്നും കൂടി അങ്ങ് എഴുതിയിട്ട് ഇവിടെ നേരെ പുറത്തേക്ക് പോയിക്കോന്നാണ് സാറ് പറഞ്ഞത്. സാറിന്റെ പേര് പറയുന്നില്ല. പക്ഷെ അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും ചിരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇവര് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് ഓവർ ഡയഗ്നോസ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ക്യൂരിയസ് പേഷ്യൻസ് ഉണ്ട് നമ്മളടുത്ത്. അപ്പൊ അവരുടെ അടുത്തേക്ക് AI കൂടെ എത്തുമ്പോൾ അവരെന്നെ ഡയഗ്നോസ് ചെയ്യാണ്, അവർക്കൊരു ടെർമിനൽ എൻഡ് സ്റ്റേജ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ ന്യൂമോണിയ കോംപ്ലിക്കേറ്റഡ്. ഒരു ഹെഡേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ബ്രെയിൻ ട്യൂമറാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ലോട്ട് ഓഫ് സംഭവങ്ങൾ വരും. അപ്പോൾ ഇത് നോർമലി ആ ഒരു മോഡൽ പോകാത്ത ആൾക്കാർ ഇത് വായിക്കുമ്പോൾ വാട്ട് ഡു ദേ ഫീൽ? പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാണ്. അപ്പോൾ പേഷ്യൻസ് ഡയഗ്നോസ് ചെയ്യുന്ന കാലത്ത് അവർ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെടുത്തെത്തി നോക്കുക, അങ്ങനെ ട്രീറ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെടുത്തെത്തത് അവസാനം.